ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ക്വിക്കായിട്ട് ചെയ്യാവുന്നൊരു പാസ്ത റെസിപ്പിയാണ്. ബേക്ക്ഡ് ബീൻസ് വെച്ചിട്ട് പിന്നെ അതിൽ ചിക്കൻ ഫ്രാങ്ക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കൂടുതലും യൂസ്ഫുൾ ആവുക ബാച്ചിലേഴ്സിനായിരിക്കും. ഞാനും ഒരു ബാച്ചിലറായിട്ട് ജീവിക്കുന്ന സമയത്ത് വളരെയധികം കഷ്ടപ്പെട്ടൊരു കാര്യമാണ് നാളെ ലഞ്ചിന് എന്ത് പാക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ ടൈം വളരെ കുറവാണല്ലോ. പ്രിപ്പറേഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിക്കോളൂ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ആ ഒരു തലവേദന ഉണ്ടല്ലോ നാളെ എന്ത് കുക്ക് ചെയ്യുക എന്നുള്ളത്, അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വാ, നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പാസ്ത ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ കുറച്ച് പെനി പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു 2 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കത് അതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് ആ പാസ്തയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വാട്ടർ ബോയിലായി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഓഫ് ചെയ്ത് മൂടി വെച്ചാൽ മതി, പാസ്ത കറക്റ്റ് വെന്ത് കിട്ടും. ഓക്കെ, ആ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഇതും ചിക്കൻ ഫ്രൈസ് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഗാർലിക് 2 ക്ലോവ് ഗാർലിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാൻ ബേക്ക്ഡ് ബീൻസ് വേണം. പിന്നെ ഞാൻ പറയാം ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് അതിന് തന്നെ ഒന്ന് ഈ ഗാർലിക്ക് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈസ് ചെറുതായിട്ട് ഇങ്ങനെ, ചെറുതല്ല കുറച്ച് ചങ്കി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു ബൈറ്റിന് വേണ്ടിയിട്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇത് ഫ്രൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാസ്ത ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അത് കട്ട പിടിക്കാതിരിക്കാൻ. കറക്റ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. പാസ്ത തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്യാൻ ബേക്ക്ഡ് ബീനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഓൾറെഡി സോസ് ഉണ്ടാവും കേട്ടോ, ഒരു ടൊമാറ്റോ ഉണ്ടാവും സോസ് ഇതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ഫ്ലേവർഫുൾ ആയിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് നേരത്തെ തന്നെ ആഡ് ചെയ്യുന്നത് ഓയിൽ ചൂടാവുന്നതിൻ്റെ ഒപ്പം ഇതും കൂടി ചൂടാകട്ടെ എന്ന് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇതിന് ചിക്കൻ ഫ്രൈസിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടാവും, അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുന്നേ തന്നെ ഇതിരുന്നത്. ഇതൊന്ന് ഇതിൽ ഫ്രൈ ചെയ്യണം. സെയിം ഓയിൽ തന്നെ നമ്മൾ ഇനി ബാക്കി കുക്കിങ്ങിന് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അധികം പ്രിപ്പറേഷൻ ടൈമൊന്നുമില്ല. മീൻസ് കുക്കിങ്, കട്ടിങ് അങ്ങനത്തെ കുറേ പരിപാടികളല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ഇതൊന്ന് ഫ്രൈ ആവാനുള്ള ടൈം മാത്രമേ ഇതിനെടുക്കുള്ളൂ. പിന്നെ പാസ്ത നമ്മൾ ഈ ഫ്രൈസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തിനുള്ളിൽ അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇത് ഫ്രൈ ചെയ്യാതെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിനൊരു ഫ്ലേവർ, ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. ഫ്രൈ ആയത് വരുമ്പോൾ ഒരിങ്ങനെ വെന്ത ഒട്ടും ച്യൂയി ആയിരിക്കത്തില്ല. ഇത് നമുക്കൊന്ന് ഒരു കടിക്കാൻ കിട്ടും കറക്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാസ്ത ഇങ്ങനെ ചെയ്യുമ്പോൾ.
കാരണം ഈ പാസ്തയും ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചറാണ്, അതുപോലെ തന്നെ ഇതിലുപയോഗിക്കുന്ന ബേക്ക്ഡ് ബീനും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ഡിഫറെൻറ്റ് ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒത്തൻറ്റിക്കായിട്ട് ഇങ്ങനത്തെ റെസിപ്പി ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ സാധനങ്ങളാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിലത്തെ ഭക്ഷണങ്ങൾ ധാരാളം മിസ് ചെയ്യും. ഇതിപ്പോൾ വീട്ടിലത്തെ ഭക്ഷണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എന്നാലും റെസ്റ്റോറൻറ്റ് ഫുഡ്സൊക്കെ കഴിച്ച് മടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു നമ്മളുണ്ടാക്കിയ സേഫായിട്ട് തോന്നുന്ന ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ സ്വയം പഠിക്കും. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കതൊന്ന് മാറ്റാം. ഇനി നമുക്ക് സെയിം ഓയിലിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് സോട്ടേക്ക് ചെയ്യാം കേട്ടോ. എനിക്കിതിനൊക്കെ ഒന്നും പ്രത്യേകിച്ച് അളവുകളൊന്നും അല്ല കേട്ടോ, എല്ലാം എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് ചെയ്യുക. നിങ്ങളും ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കോ. ഞാൻ ഇതിനകത്തേക്ക് ബേക്ക്ഡ് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പൊട്ടിത്തെറി ഉണ്ടാവും, ഇതിൽ വെള്ളമുള്ളത് കൊണ്ട് ഡയറക്റ്റ് ഓയിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. പെട്ടെന്ന് തന്നെ അത് നിന്നോളൂ. പക്ഷെ ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഈ ബേക്ക്ഡ് ബീൻ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേസിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏത് ബ്രാൻഡിൻ്റെ എങ്ങനെയാണെങ്കിലൊക്കെ ആഡ് ചെയ്തോളൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതിനൊരു ഇറ്റാലിയൻ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിൽ മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇറ്റാലിയൻ ഹെർബ്സ് മൊത്തമില്ല, കുറച്ച് ബേസിൽ മാത്രം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ, ഞാനിപ്പോൾ വേവിച്ച പാസ്ത സ്ട്രെയിൻ ചെയ്ത് വെച്ചാണ്, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പാസ്ത ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പാസ്ത ഈ ബേക്ക്ഡ് ബീനിലുള്ള സോസിനൊക്കെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ തീരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തീ വളരെ കുറച്ച് മതി കേട്ടോ ഈ സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട് ചെയ്യപ്പോൾ. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഐറ്റം റെഡി ആയിട്ടുണ്ട്, സെർവ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിതിനെ സെർവ് ചെയ്യാം. നോക്കൂ എത്ര അമേസിങ് ആണെന്ന്. പ്രിപ്പറേഷൻ ടൈംസ് ഒന്നും ഒട്ടുമില്ല, കണ്ടോ. വളരെ യമ്മി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ അല്ലേ? ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പം ഇനി ഇതിലും നല്ല, അപ്പോൾ നോക്കൂ നല്ല ടേസ്റ്റി അല്ലേ? അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല അടിപൊളി ഡിഷുകളുമായിട്ട്, ഇത് വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിഷുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബാച്ചിലേഴ്സ് ബ്രദേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ബ്രദേഴ്സ് മാത്രമല്ല, എല്ലാവരും ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവരും അല്ലാത്തവരും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തുള്ള കുറേ ഡിഷുകളാണ് കേട്ടോ, അതിൽ പെട്ട ഒരെണ്ണമാണത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.